ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനായി തലസ്ഥാന നഗരി ഒരുങ്ങി. നാളെ രാവിലെ 10:30 പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നതോടെ ചടങ്ങ് ആരംഭിക്കും. ആയിരക്കണക്കിന് സ്ത്രീജനങ്ങളാണ് പൊങ്കാല മഹോത്സവത്തിനായി നഗരത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി സുലേഖ ചേരുകയാണ്. സുലേഖ, എല്ലാ വഴികളും ആറ്റുകാലിലേക്കാണ്. നഗരം അങ്ങേയറ്റം ഭക്തിസാന്ദ്രമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. എല്ലാവരും 10:30 എന്ന ആ പുണ്യമുഹൂർത്തത്തിനായി കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. വിവരങ്ങൾ എന്തെല്ലാം ക്രമീകരണങ്ങളാണ് നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്? തീർച്ചയായും നീലിമ, നഗരം യാഗശാലയാകുന്ന ഒരു കാഴ്ചയ്ക്കാണ് നമ്മൾ തിരുവനന്തപുരം നഗരം നാളെ സാക്ഷ്യം വഹിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഇന്ന് ഈ കാണുന്ന വലിയ തിരക്ക് അതിന് മുന്നോടിയാണ്. ആയിരക്കണക്കിന് എന്നല്ല, ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങളാണ്, ഭക്തജനങ്ങളാണ് ഇന്ന് ആറ്റുകാലിലേക്ക് എത്തുന്നത്. അത്തരത്തിൽ വളരെ വലിയ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ആറ്റുകാലിലും തിരുവനന്തപുരം നഗരിയിലും ആകെ തന്നെയുള്ളത്. ഈ നാളെ 10:30, നേരത്തെ നീലിമ പറഞ്ഞതുപോലെ തന്നെ നാളെ രാവിലെ 10:30 പണ്ടാര അടുപ്പിൽ തീ പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ഒരു വർഷത്തെ ഈ വ്രതം നോറ്റിട്ടാണ് ഈ സ്ത്രീകൾ, ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സ്ത്രീകൾ ഇത്തരത്തിൽ ആറ്റുകാൽ ദേവിക്ക്, അവരുടെ ഇഷ്ടദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നത്. 7 ദിവസത്തെ വ്രതം നോറ്റിന് ശേഷമാണ് ഇത്തരത്തിൽ സ്ത്രീ ജനങ്ങൾ പൊങ്കാല അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ ഇവിടെ ആറ്റുകാലിൽ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ആറ്റുകാലിൽ എങ്ങും ഉള്ളത്. വിവിധ ഭാഗത്ത് നിന്ന്, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന്, സംസ്ഥാനത്തിന് പുറത്ത് തമിഴ്നാടിന്റെ കേരള തമിഴ്നാട് അതിർത്തി ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെയും സ്ത്രീജനങ്ങൾ ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് KSRTC-കൾ അധിക സർവീസുകൾ നടത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ പറയേണ്ടുന്നൊരു കാര്യം, ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് വളരെ ചൂടേറിയ ഒരു സമയത്താണ് ഈ ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരത്ത് നടക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ യെല്ലോ അലേർട്ട് കൂടി, ചൂട് കൂടിയ സാഹചര്യത്തിൽ യെല്ലോ അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായ ആരോഗ്യ സംവിധാനങ്ങൾ, ആരോഗ്യ മേഖലയുടെ, ആരോഗ്യ പ്രവർത്തകരുടെ പ്രത്യേക സംവിധാനങ്ങളൊക്കെ തന്നെയും ആറ്റുകാലിൽ ഒരുക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഫയർഫോഴ്സ്, ആംബുലൻസ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും, ഭക്തർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ആറ്റുകാലിൽ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഈ ആറ്റുകാലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആറ്റുകാലിൽ മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിലും ഇത്തരത്തിലുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും നഗരസഭയുടെ ഭാഗത്തു നിന്നായാലും ഇത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ തിരുവനന്തപുരം നഗരയിലും ഒപ്പം ആറ്റുകാലിലും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ക്ഷേത്രത്തിലെയും നഗരത്തിലെയും തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി 2000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഈ നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം, എത്രത്തിൽ വലിയ രീതിയിലുള്ളൊരു ജനത്തിരക്ക് തന്നെയാണ് ആറ്റുകാലിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലൊക്കെ തന്നെയും സ്ത്രീകൾക്കും കുട്ടികൾക്കും, അതായത് മുതിർന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടുള്ള പ്രത്യേകമായ ക്യൂ ഒക്കെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആറ്റുകാലിൽ ദർശനം ഒരുക്കിയിട്ടുള്ളത്. 2000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ തിരക്ക് ക്രമീകരിക്കുവാനും ക്രമസമാധാനം പാലിക്കാനും ഒക്കെ തന്നെയായി ആറ്റുകാലിൽ ഉള്ളത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും നഗരസഭയുടെ ഭാഗത്തു നിന്നാലും ഒരുക്കിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ പ്രത്യേക മെഡിക്കൽ ടീമിനെയും നിയോഗിച്ചിട്ടുണ്ട്. കാരണം ഈ ഉച്ചസമയം എന്ന് പറയുന്നത് നീർജലീകരണമൊക്കെ ഉണ്ടാകാനുള്ളൊരു ഒരു സമയമാണ്. കാരണം ചൂട് കൂടിയൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പൊങ്കാലയിടുന്ന വിശ്വാസികൾക്ക് പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും ആരോഗ്യവകുപ്പ്, എല്ലാ വഴികളും, എല്ലാ ഇടറോഡുകളും, എല്ലാ പ്രധാന വീതികളുമെല്ലാം ആറ്റുകാലിലേക്ക് ഒഴുകുകയാണ്. ഭക്തലക്ഷങ്ങൾ പൊങ്കാല സമർപ്പിക്കാനായി തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തുകയാണ്. നാളെ രാവിലെ 10:30 പണ്ടാര അടുപ്പിൽ തീ പകരുന്നതോടെ ഈ വർഷത്തെ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകുകയാണ്. സുലേഖയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.